10:30 ആയപ്പോഴും മോനെ അംഗനവാടി കൊണ്ടാക്കി കേട്ടോ. അവന് ഒരാഴ്ച കണ്ടിന്യൂ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച അവന് സുഖമില്ലാതായിട്ട് പോയില്ലായിരുന്നേ. അപ്പോൾ വീണ്ടും പോയപ്പോൾ അവന് ഭയങ്കര മടി, പോകുന്നില്ല എന്ന് പറഞ്ഞ് കരച്ചിലൊക്കെ ആയിരുന്നു. എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെയൊക്കെ അവിടെ കൊണ്ടാക്കി. അവിടെ എത്തിയ പ്രശ്നമല്ലേ, പക്ഷെ അവിടെ എത്തുന്നവരെ ഭയങ്കര പാടാണ്. വന്നിട്ട് പെട്ടെന്ന് തന്നെ കറി വെക്കാനുള്ള പരിപാടിയിലാട്ടോ. മോളുണ്ട് അടുത്ത്, അതാണ് ഞാൻ ഇങ്ങനെ അവൾക്ക് ഓരോന്ന് എടുത്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് നേരം അവിടെ വാക്കറിൽ ഇരിക്കാൻ വേണ്ടിയിട്ടേ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി നടക്കണമെങ്കിൽ അവളെ ആരെങ്കിലും എടുക്കണം. പക്ഷേ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയും കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അവളെ കുറച്ച് നേരം വാക്കറിലൊക്കെ ഇരുത്തിയിട്ടാണ് ഞാൻ എൻ്റെ പണി നോക്കുന്നത്. അപ്പോൾ വെള്ളരി കൊണ്ടൊരു മോര് കറി വെക്കുകയാണ്. അപ്പോൾ ഏട്ടന് മോര് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ടൗണിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം കറിയൊക്കെ ആക്കാൻ നോക്കുകയാണ്. ജലദോഷമുണ്ട്, അത് റെഡിക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല. അതിൻ്റെ അസ്വസ്ഥതകൾ അവൾക്കുണ്ട്, എനിക്കുണ്ട്. കുറേ ദിവസമായി, ഇപ്പോൾ 10-15 ദിവസമായി ഞങ്ങൾക്ക് ഇങ്ങനെ മാറി മാറി വരുന്നു. അതിങ്ങോട്ട് മാറുന്നില്ല. ഇപ്പം തന്നെ എൻ്റെ സൗണ്ടൊക്കെ അടച്ചിരിക്കുക കേട്ടോ, ഒട്ടും വയ്യ. അപ്പം നാളെ വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇത് തന്നെയാണ് പരിപാടി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി മാത്രമായിട്ടുണ്ട്. എവിടേക്കോ പോകാനുണ്ടായിരുന്നു ഏട്ടൻ പോകുന്നതിൻ്റെ മുമ്പേ, പക്ഷെ അതൊന്നും ഈ സുഖമില്ലാത്തത് കാരണം എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മക്കൾക്ക് സുഖമില്ലാത്ത പിന്നെ അവരെയും കൊണ്ട് എവിടെയും പോയാൽ നമ്മൾ ബുദ്ധിമുട്ടായി പോവില്ലേ. കുറച്ചൊന്ന് റെഡിയായിട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേഗം വെള്ളരി കുറച്ച് മഞ്ഞളും പച്ചമുളകൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. കുക്കിങ്ങിൽ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. എനിക്കാദ്യം ഒന്നും അറിയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പഠിച്ചത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ പണി നോക്കുമ്പോൾ അവൾ കരച്ചിലായി. പിന്നെ ഞാൻ അവിടുന്ന് അവളെ എടുത്ത് പാലൊക്കെ കൊടുത്ത് ഉറക്കി. ഞാൻ ഉപ്പേരിക്കൊക്കെ TV കണ്ട് അവിടെ ഇരുന്നു കേട്ടോ. അവൾ തൊട്ടിലുള്ളതുകൊണ്ട് അവളെയും നോക്കാമല്ലോ. അപ്പോൾ അളിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ, സിറ്റ്കോം അത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതും കണ്ട് മോളെയും നോക്കി അവിടെ ഇരുന്ന് ഉപ്പേരിക്കൊക്കെ റെഡിയാക്കി. പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കടുക് പൊട്ടിച്ച് അതിലോട്ട് ഉപ്പേരീൻ്റെ മുറിച്ച് വെച്ചതെല്ലാം ഇട്ട് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ചു. അപ്പോഴത്തേക്ക് ഏട്ടൻ മോര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ ഞാൻ കറിയിൽ തേങ്ങ ഒഴിച്ചു കേട്ടോ. അങ്ങനെ അത് ജീരകം ഇട്ടിട്ട് അരച്ചിട്ട് തേങ്ങ ഒഴിച്ചു. പിന്നെ അതിലോട്ട് മോരൊഴിച്ചു. അങ്ങനെ വറവിടാൻ നേരം മോള് കരഞ്ഞപ്പോൾ ഏട്ടനാണ് വറവിട്ട്. പിന്നെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.